ഇന്നിതാ ഈ ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ 2-3 ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്കിതാ അടിപൊളിയായിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 3 ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പച്ചരിയും. അപ്പോൾ ഈ 1 കപ്പ് പച്ചരി നമ്മൾ ആദ്യം തന്നെ കുതിർത്ത് വെക്കണം കേട്ടോ. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതാ 1 കപ്പ് അരി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതിലിതാ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതാ 3 ചെറുപഴവും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം മതി. ഇനി ഇതാ ഞാൻ ഈ 1/2 കപ്പിൻ്റെ അളവിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പകുതി വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ ഈ ഒരു അരിൻ്റെ മുകളിലേക്ക് വെള്ളം വരാൻ പാടില്ല, അതിന് തൊട്ട് താഴെ വരെ വെള്ളം വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത മാവ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മാവ് കണ്ടോ, നല്ല കട്ടിയായിട്ട് നല്ല ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലോണം അരയണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാവും കൂടെ ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശർക്കരപ്പാവും കൂടെ ഒഴിക്കുമ്പോൾ നല്ലോണം വെള്ളമായി പോകൂലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു കട്ടിയിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിലേക്കുള്ള ശർക്കര കൂടി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ 1/2 കപ്പിൻ്റെ അളവിൽ നിറയെ ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വന്നില്ലേ വെള്ളം, ഒരു കപ്പിൻ്റെ പകുതിയോളം വെള്ളം ബാക്കി വന്നില്ലേ, അപ്പോൾ ആ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് സാവധാനം ഉരുക്കിയെടുക്കുക. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം വറ്റും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാവൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിതാ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഒരു 1/4 കപ്പോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളി ഉള്ളതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ചെറിയൊരു കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മൂക്കാൻ നിൽക്കണ്ട. അപ്പോൾ ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീ നല്ലോണം കുറച്ച് വയ്ക്കുക. എന്നിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു ഉള്ളി നല്ലോണം ബ്രൗൺ കളറായി വരുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും ഒരു പാകത്തെ വേവായി നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ, അതിലേക്ക് ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ കേട്ടോ, ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബാക്കി വരുന്ന തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ, അത് ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ അതിന് മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് മാറ്റി വയ്ക്കണത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടി കട്ടിയുള്ള ചട്ടീനെ എടുക്കാൻ നോക്കുക. എന്നാലേ നമ്മുടെ ഈ അപ്പം നല്ല പോലെ ആരെടുത്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതാ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഇരുമ്പ് ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കുമ്പോഴും തീ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ വറുത്തെടുത്തത്, അതുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ അപ്പം നമ്മുടെ നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല സോഫ്റ്റായി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേണമെങ്കിൽ മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മാവ് കാണുകയാണെങ്കിൽ ഒന്നുകൂടെ അടച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നെടുത്തിട്ട് ഞാനിതൊന്ന് മുറിച്ച് നോക്കുകയാണ്. ഇത് കണ്ടോ, നല്ലോണം ആരെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ആദ്യം നമ്മളൊന്ന് ചുട്ട് നോക്കുക. എന്നിട്ട് ഇതൊന്ന് മുറിച്ച് നോക്കിയിട്ട് ഇതുപോലെ നല്ലോണം ആരെടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ നല്ലോണം ആരെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കിനൊക്കെ വേഗം തന്നെ തയ്യാറാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ മറ്റൊരു ദിവസം കാണാം.